ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരിയാണ്. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ രുചികരമായ നല്ലൊരു മത്തങ്ങ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ 400 ഗ്രാമിൻ്റെ ഒരു മത്തനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ കൂടുതൽ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായി കട്ടാക്കാം. ഇനി കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലോട്ട് നമുക്ക് മത്തനൊക്കെ കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. നമുക്ക് ആ മത്തനൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒറ്റ ഫിസിലടിച്ചാൽ മതി കേട്ടോ. കുക്കറിലായിരിക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അത് എയറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ അത് നന്നായിട്ട് മത്തം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 60 ml കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്തി കൊടുക്കാം. ശേഷം എരിവിനനുസരിച്ചിട്ട് 2 പച്ചമുളക് ചേർത്തി കൊടുക്കാം. അപ്പോൾ നല്ല എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, അതുപോലെ ഒരു 3-4 അല്ലി നമ്മുടെ ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഉണ്ടല്ലോ, അതും കൂടി ചേർത്തി കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മത്തലിലോട്ട് നമുക്ക് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പച്ചമുളകിൻ്റെയും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മത്തലിലോട്ട് ഇത് ചേർത്തി കൊടുത്താൽ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണ് ഇത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു താളിപ്പും കൂടി ചെയ്യാനുണ്ട്. സിമ്പിളാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഒരു ടീസ്പൂണോളം കടുക് ചേർത്തി കൊടുക്കാം. അതൊന്ന് നമുക്ക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില, അതുപോലെ 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കാം. ഇനി നമ്മുടെ മത്തനും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ചേർത്തിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട്. നമ്മൾ ആ തേങ്ങയുടെ ഇതൊക്കെ ഒരു പച്ചമണം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മത്തൻ എരിശ്ശേരി ഇതാ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടെങ്കിൽ ചോറിനൊപ്പം സൈഡായിട്ട് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചുമ്മാ വെറുതെ ഇരുന്നിട്ടും കഴിക്കാം. നല്ല അടിപൊളിയാണ്. ഉറപ്പായും നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.